നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തുന്ന അതിഥികളെ ബഹുമാനിച്ചില്ലെങ്കിലും സൽക്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവരെ വിളിച്ച് അപമാനിക്കരുത്. തെക്കൻ കേരളത്തിലെ ചില കല്യാണ മണ്ഡപങ്ങളിലേക്കൊക്കെ ചെന്നാൽ ആ ഭക്ഷണം കഴിക്കുന്ന ഹാളിൻ്റെ വാതിലിന് മുന്നിൽ വലിയ തിരക്കായിരിക്കും. ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അവരുടെ ഊഴം കാത്തുള്ള നിൽപ്പാണ്. നമ്മളും പതുക്കെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ആൾക്കാർ തുറക്കുന്ന സമയത്തേക്ക് അങ്ങോട്ട് ഇരച്ചു കയറും. പകുതിയാകുന്ന സമയത്ത് ഈ വാതിലങ്ങ് നമ്മുടെ മുന്നിൽ അടയ്ക്കപ്പെടുകയാണ്. നമ്മുടെ മുഖത്ത് ഒരടിയേക്കുന്നത് പോലെയാണ്. സത്യം പറഞ്ഞാൽ ഈ അകത്ത് കയറിയവരാകട്ടെ ചിലർക്കൊന്നും അവിടെ സീറ്റ് കിട്ടുന്നുണ്ടാവില്ല. അവർ പിന്നെ അവിടുത്തെ ഒരു കാരണവരായി അങ്ങ് മാറും. ഇവിടെ ഇച്ചിരി വെള്ളം കൊടുത്തേ, അവിടെ ചോറ് വേണമെന്നൊക്കെ ചോദിച്ച് ഒരു 2-3 മിനിറ്റ് അവിടെ ചിലവഴിച്ചതിന് ശേഷം പെതുക്കെ അപ്പുറത്തെ വാതിലൂടെ പുറത്തു വന്ന് വീണ്ടും അടുത്ത ഊഴം കാത്തു നിൽപ്പാണ്. ഈ ആൾക്കാരെ എല്ലാം ഇരുത്തി ഒരു തിരക്കുമില്ലാതെ കൊടുക്കുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം നിലവിലുണ്ട്. പക്ഷേ അത് പലയിടത്തും ഇപ്പോഴും പ്രയോഗിക്കപ്പെടുന്നില്ല. അവസാനം 2-3 പ്രാവശ്യം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് തിരിച്ചു വന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ചിലരുണ്ട്. അവർ പോകുന്ന പോക്കിൽ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇവന് കൊടുക്കുകയും ചെയ്തു. ഈ തിക്കിലും തിരക്കിലും പെറ്റെൻ്റെ 2-3 മണിക്കൂറും പോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിക്കേണ്ടി വന്നു. ഈ വരുന്ന അതിഥികളും ഒരു കാര്യം ശ്രദ്ധിക്കണം. അവരുടെ എണ്ണത്തിൽ ഒരു പരിമിതി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കല്യാണത്തിന് പോകുമ്പോൾ അതിനും ഒരു പരിമിതിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അതിഥി ദേവോ ഭവ.